സ്തോത്രം. ശരി, നമ്മുടെ ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിലോട്ട് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ കർത്താവ് നിങ്ങളെ തൻ്റെ വചനത്തിലൂടെ ബലപ്പെടുത്തട്ടെ. നമ്മൾ ഇന്ന് മുതൽ പഠിക്കാൻ പോകുന്നത് പുതിയ വിഷയമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആത്മീയ വളർച്ച എന്നുള്ള വിഷയമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ പുതിയൊരു വിഷയം നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. പുതിയ വിഷയം എന്ന് പറയുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ഓക്കെ, അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നുള്ള ഞാൻ പറയുന്ന കാര്യം മറന്നുപോയിരുന്നു. നമ്മൾ ഈ പഠിക്കുന്ന വിഷയങ്ങളെല്ലാം പ്രാക്ടിക്കൽ ജീവിതത്തിലോട്ട് കൊണ്ടുവരേണ്ട വിഷയങ്ങളാണ്. ആ കാര്യം ഓർമ്മിച്ചോണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മളിപ്പോൾ ഈ തിയറി എന്നതുപോലെ നിങ്ങൾ ദൈവവചനം മാത്രം കേട്ടിട്ട് പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അറിവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ദൈവത്തോട് നിങ്ങൾ അടുക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും ആരാധിക്കണമെന്നും ഒക്കെ പറയുമ്പോൾ ദൈവത്തോട് അടുത്ത് ചെന്നാൽ നിശ്ചയമായി നിങ്ങൾക്ക് എന്തുണ്ടാകും? ദൈവികമാകുന്ന കർത്താവിൻ്റെ പണിയലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും കേട്ടോ. കാര്യങ്ങൾ മറന്നുപോരും. നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും അതിന് സപ്പോർട്ട് ചെയ്യുന്ന വിഷയങ്ങളാണ്. നിങ്ങളെ ആത്മീയമായി വളർത്തിയെടുക്കുന്നതും ദൈവകൃപ നിങ്ങൾ പ്രാപിക്കാനിടയാക്കുന്നതും ദൈവത്തോട് അടുത്ത് ചെല്ലാനൊക്കെ നിങ്ങളെ സഹായിക്കുന്ന വിഷയങ്ങളാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ആ കാര്യം മറന്നുപോരും. അപ്പോൾ അതുകൊണ്ട് തിയറി മാത്രമല്ല, എന്തുകൊണ്ട് നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിലും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനകരമായ വിഷയങ്ങളാണെന്നുള്ള കാര്യം ദയവായിട്ട് ഓർക്കണം കേട്ടോ. ശരി, നമ്മുടെ ഇന്നത്തെ വിഷയത്തിലോട്ട് വരാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം കേട്ടോ. ശരി, ഞാൻ പ്രാരംഭത്തിൽ അഭിഷേകം എന്ന് നമ്മൾ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മെ എന്ത് ചെയ്യുന്നത്? അഭിഷേകം ചെയ്യുന്നത്, അല്ലേ? അഭിഷേകം എന്ന വാക്കിൻ്റെ അർത്ഥം, അല്ലേ? വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അറിയായിരിക്കും. അഭിഷേകം എന്ന വാക്കിൻ്റെ അർത്ഥം നിയോഗമെന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ എന്ത് ചെയ്യുന്നു? ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. ആ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ചെയ്യാൻ തക്കവണ്ണം ദൈവം എന്ത് ചെയ്യുന്നു? തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ അഭിഷേകം ചെയ്യുന്നു, ബലപ്പെടുത്തുന്നു. ആത്മാവിൻ്റെ ഒരു ബലപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന ഒരു ദൈവകൃപ നിങ്ങളുടെ മേൽ പകരപ്പെടുന്നു. അതിനെ പറയുന്ന പേരാണ് അഭിഷേകം എന്ന് പറയുന്നത്. മറന്നു പോരുതേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ശരി, അപ്പോൾ അഭിഷേകം എന്നുള്ള വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അഭിഷേകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ശുശ്രൂഷയ്ക്കും, പ്രത്യേകിച്ച് ദൈവം നിങ്ങളെ ഇപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുകയാണ് ദൈവത്തിന് എന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, അല്ലേ? പക്ഷേ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ കൂടുതലൊന്നും അറിയത്തില്ലെങ്കിലും നിങ്ങൾ വിശ്വസ്തയോടെ ദൈവസഭയിൽ ആത്മാർത്ഥതയോടെ നിങ്ങളെ ഏൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ, അല്ലേ, സഭയിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം, നിങ്ങൾക്ക് നൽകപ്പെടുന്ന ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങൾ വിശ്വസ്തയോടെ മുമ്പോട്ട് പോയാൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തന്ന ആ ചെറിയ ആഗ്രഹത്തെ പോലും നിങ്ങൾ വിശ്വസ്തയോടെ, ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ പകർന്ന ആ താല്പര്യം വിശ്വസ്തയോടെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? നിങ്ങളുടെ മേൽ തൻ്റെ അഭിഷേകത്തെ പകരും. ശരി, അഭിഷേകം എന്ന ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാൻ പ്രാരംഭത്തിൽ 1-2 വാക്യങ്ങൾ നമ്മൾ പറഞ്ഞ് നമ്മൾ ആരംഭിക്കാം കേട്ടോ. വേദപുസ്തകത്തിൽ 1 ശമൂവേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, 1 ശമൂവേൽ 10:1 ശൗല്, അല്ലെ? ശരി, വായിച്ചു. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ച് പറഞ്ഞത്, യഹോവ തന്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ശരി, നിന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്? പ്രഭുവായി എന്ത് ചെയ്തിരിക്കുന്നു? എന്നുവെച്ചാൽ ഒരു ഉത്തരവാദിത്തം, രാജാവ് എന്നുള്ള പദവി, രാജകീയ അഭിഷേകം നിന്റെ മേൽ പകരുകയാണെന്ന് എന്ത് ചെയ്തു? ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് പറഞ്ഞ ഭാഗമാണ് നിങ്ങളവിടെ വായിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ ദൈവം എപ്പോഴും എന്ത് ചെയ്യാറുണ്ടെന്നറിയാമോ? അഭിഷേകം ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് അത് നിങ്ങളുടെ മേൽ പകരപ്പെടുന്ന നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. ഇതിന് അഭിഷേകം എന്നുള്ള വിഷയത്തിലോട്ട് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നതിന് മുൻപായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഭിഷേകം നമ്മുടെ മേൽ പകരപ്പെടുന്നതിനുള്ള സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഒരാൾ എന്ത് ചെയ്യപ്പെടണം? രക്ഷിക്കപ്പെടണം, അല്ലേ? രക്ഷിക്കപ്പെട്ട് യേശു കർത്താവിൻ്റെ വകയായി മാറണം, ഒരു ദൈവ പൈതലായി മാറണം. രണ്ടാമത് എന്ത് ചെയ്യണം? ദൈവവചനം അനുസരിച്ച് മുന്നോട്ട് വരാൻ സമർപ്പണം ആ വ്യക്തിക്ക് ഉണ്ടാകണം, അല്ലേ?
മൂന്നാമത്തെ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് എന്ത് ചെയ്യണം? ദൈവത്തോട് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിങ്ങളിൽ പകരപ്പെടേണ്ടതിന് എന്ത് ചെയ്യണം? വാഞ്ചിച്ച് പ്രാർത്ഥിക്കണം. അത് കർത്താവിൽ നിന്ന് എന്ത് ചെയ്യണം? പ്രാപിക്കണം കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ മേൽ എന്ത് പകരപ്പെടും? അഭിഷേകം. അതതിൻ്റെ സമയത്ത് കർത്താവ് നിങ്ങളുടെ മേൽ പകരുവാനിടയായിത്തീരും. ശരി, മനസ്സിലാക്കണേ. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഈ കാര്യം മറന്നു പോരുത്. ഒരാൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ ആ വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു ഉദ്ദേശം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ദൈവത്തിന് എന്നെ ഒരു ഉദ്ദേശമുണ്ട് എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ എന്ത് തോന്നാം? ബോധ്യം തോന്നാം, അല്ലേ? ഒരു ബോധ്യം തോന്നാം. പക്ഷെ അത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങേ ആകുന്നുള്ളൂ. കർത്താവ് എല്ലാം വിവരിക്കത്തില്ല. ആ സമയത്ത് ദൈവം ആക്കി വെച്ച സ്ഥലത്ത് എന്ത് ചെയ്യുക? വിശ്വസ്തയോടെ നിൽക്കുക എന്നുള്ളതാണ് ആ വ്യക്തിയെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. പക്ഷെ അതിനുശേഷം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കുമ്പോൾ, നിറവിൻ്റെ അനുഭവം പ്രാപിക്കുമ്പോൾ ഫസ്റ്റ് ശുശ്രൂഷയുടെ ഒരു ആരംഭം ആ വ്യക്തിയിൽ വെളിപ്പെടുകയാണ്. ഫസ്റ്റ് ശുശ്രൂഷയുടെ ഒരു ആരംഭം വെളിപ്പെടുകയാണ്, അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു എന്താ പറഞ്ഞ്? പരിശുദ്ധാത്മാവ്, അല്ലേ? നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ അറിയാം, അല്ലേ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്നാണ് ആര് പറഞ്ഞത്? യേശു കർത്താവ് പറഞ്ഞത്, അല്ലേ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും, അല്ല, എല്ലായിടവും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ അർത്ഥം എന്തുവാണ്? അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ നിറവിൽ തന്നെ ആ ഒരു ഉത്തരവാദിത്വം ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു? ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ സുവിശേഷം പറയാനുള്ള ഒരു പ്രാപ്തി ദൈവം നൽകുന്നു. ഒരു പ്രാരംഭത്തിലൊരു പ്രാപ്തി പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മുടെ മേൽ പകരുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തയോടെ മുന്നോട്ട് പോകുമ്പോൾ ദൈവം എന്ത് ചെയ്യുകയാണ്? അഭിഷേകം ചെയ്യുക. അതിനുവേണ്ടി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ കുറച്ച് മുമ്പോട്ട് ചിന്തിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ആഴമായി നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതൊരു ശുശ്രൂഷയ്ക്കും കർത്താവ് എന്ത് ചെയ്യാം? അഭിഷേകം പകരാൻ സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് കർത്താവ് വിളിച്ചാക്കുന്ന 5 തരത്തിലുള്ള ശുശ്രൂഷയുടെ മേൽ, പ്രത്യേകിച്ച് എന്താണ് 5 തരത്തിലുള്ള ശുശ്രൂഷകരെന്ന് പറയുമ്പോൾ ബൈബിളിൽ പറയുന്നതാണ് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, പിന്നെ സുവിശേഷകന്മാർ, പിന്നെ ഉപദേഷ്ടാക്കന്മാർ, പിന്നെ ഇടയ ശുശ്രൂഷ, അല്ലേ? ഇടയ ശുശ്രൂഷ. അപ്പം ഇത്രയും വിളികളുടെ മേലും ദൈവം എന്ത് ചെയ്യാറുണ്ട്? അഭിഷേകം പകരാറുണ്ട്. അപ്പം അഭിഷേകം എന്ന് പറഞ്ഞാൽ ദൈവിക നിയോഗമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. കാരണം നമ്മുടെ മാനുഷികമായ ബലം കൊണ്ട് ദൈവത്തിൻ്റെ ഹിതം ചെയ്ത് പൂർത്തീകരിക്കുക സാധ്യമല്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ കൃപ പകർന്ന് നമ്മെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ നമ്മെ എന്ത് ചെയ്യുന്നു? പ്രാപ്തർ ആക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന്. ശരി, അപ്പോൾ നമ്മൾ ശൗലിനെ കുറിച്ച് കണ്ടു. ശൗലിനെ ദൈവം രാജാവായി അഭിഷേകം ചെയ്യുന്നുവെന്ന് ദാവീദിലൂടെ, അല്ലെ, ശൗലിനെ ദൈവം, അല്ലെ, ശമൂവേൽ പ്രവാചകനിലൂടെ ആലോചന പറയുമ്പോൾ എന്ത് ചെയ്യുകയാണ്? ശൗലിൻ്റെ തലമേൽ, അല്ലെ, എണ്ണ ഒഴിച്ച് എന്ത് ചെയ്യുകയാണ്? അഭിഷേകം പറയുകയാണ്. ദൈവം നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. പിന്നീട് നമുക്ക് ബൈബിളിൽ വായിക്കുമ്പോൾ പറയാം, ശൗലിനെ കുറിച്ച് പറയുന്ന വേറെ വിവരണമുണ്ട്. ശൗല് ആ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അഭിഷേക തൈലം, അല്ലെ, അന്ന് അഭിഷേക തൈലമാണ് ഒഴിച്ചിരുന്നത്, അല്ലെ? അതാണ് ആദ്യം ഒരു വ്യക്തിയുടെ മേൽ ഒഴിക്കുന്നത്. ഇന്നൊരു അഭിഷേക തൈലം ഒരു മനുഷ്യൻ കൊണ്ട് ഒഴിച്ചില്ല എങ്കിലും സ്വർഗത്തിലെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ എന്ത് ചെയ്യുന്നു? അഭിഷേകം ചെയ്യുന്നു. ശരി, അഭിഷേകം ചെയ്യുമ്പോൾ ആ അഭിഷേകം നമ്മുടെ മേൽ പകരപ്പെടുമ്പോൾ, പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവിക നിയോഗങ്ങൾ ദൈവം പകരുമ്പോൾ അത് നിങ്ങളുടെ അന്തരാത്മാവിൽ നിങ്ങൾക്കത് തിരിച്ചറിയാനായി കഴിയും. ദൈവം നിങ്ങളെ ഈ ഉത്തരവാദിത്വത്തിനായി വിളിച്ചിരിക്കുന്നു എന്ന ഒരു ബോധ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടാകും, കേട്ടോ. അപ്പം അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് വെച്ചാൽ വിശ്വസ്തയോടെ, ക്ഷമയോടെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് മുന്നേറുക. ശരി, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വിവരങ്ങൾ നമ്മൾ പിന്നീട് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ചിന്തിക്കും, കേട്ടോ. ശരി, വേഗത്തിൽ നോക്കി. അടുത്ത വേഗപുസ്തകത്തിൽ 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം വായിക്കുമ്പോൾ, 1 ശമൂവേൽ 16-ാം അധ്യായം വായിക്കുമ്പോൾ
12-13 വാക്യം ഒന്ന് വായിച്ച്. 1 ശമൂവേൽ 16-ാം അധ്യായം 12-13 വാക്യം ഒന്ന് വായിച്ച്. ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. ആ. എന്നാൽ അവൻ കവിളനിറമുള്ളവനും സുനീതനും കോമരൂപിയും ആയിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. കണ്ടോ, ഇവിടെ ഇപ്പൊ ദൈവം നിയോഗം കൊടുക്കുകയാണ്. ശമൂവേൽ പ്രവാചകന് ദൈവം നിയോഗം കൊടുക്കുകയാണ്. ആരെ അഭിഷേകം ചെയ്യുക? തൻ്റെ കയ്യിലിരിക്കുന്ന തൈലപാത്രം എന്ന് പറഞ്ഞാൽ അഭിഷേക തൈലമെടുത്ത് ദാവീദിന്റെ തലയിൽ ഒഴിക്കുക. അപ്പൊ ആ ദാവീദിന്റെ തലയിൽ ആ അഭിഷേക തൈലം ഒഴിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ഒരു കൃപ, അവൻ രാജാവായി ആ ഉത്തരവാദിത്വം ചെയ്യേണ്ടതിനുള്ള അഭിഷേകം ദൈവം പകരുന്നതായി നമുക്ക് കാണാനായി കഴിയും കേട്ടോ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാണ് ഈ അഭിഷേകം പകരുന്നത്. പക്ഷെ പഴയ നിയമത്തിൽ അതിന് ആരംഭത്തിൽ എന്ത് ചെയ്തിരുന്നു? അഭിഷേക തൈലം ദൈവത്തിൻ്റെ പ്രവാചകന്മാരാൽ എന്ത് ചെയ്തിരുന്നു? കൊണ്ടുചെന്ന് ഒഴിക്കുമായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ബൈബിളിൽ നിന്ന് എന്ത് കാണുകയാണ് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ 1-2 കാര്യങ്ങളൊന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ബൈബിളിൽ പുതിയ നിയമത്തിലാണ് നമ്മൾ എന്ത് കാണുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുടെ ശക്തമായ ദൈവപ്രവൃത്തി നമ്മൾ കാണുന്നത് പുതിയ നിയമത്തിലാണ്. പഴയ നിയമത്തിലാണെങ്കിൽ ഈ നമ്മൾ ബൈബിളിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവുമായുള്ള ആ ഒരു ബന്ധം, പ്രത്യേകിച്ച് ഈ അഭിഷേകം പകരപ്പെടുന്നത് അഭിഷേകം പകരപ്പെടുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ ആണ് പകരപ്പെടുന്നത്. ആ വ്യക്തിയുടെ മേൽ ആ ഉത്തരവാദിത്വം ചെയ്യേണ്ടതിന് ദൈവം എന്ത് ചെയ്യുന്നു? പകരുന്നു എന്നുള്ളതാണ്. അവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതപ്പ് വന്ന് വീഴുന്നത് പോലെ, ചൂട് പുതപ്പ് വന്ന് വീഴുന്നത് പോലെ ദൈവാത്മാവിൻ്റെ ഒരു കവറിങ് അവരുടെ ചുറ്റിലും എന്ത് ചെയ്തിരുന്നു? മൂടിയിരുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി ദൈവം നിയോഗിക്കുമായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിലാണെങ്കിൽ നമ്മുടെ ഉള്ളത്തിലും എന്ത് ചെയ്യുന്നു? നിറഞ്ഞ് കവിയുന്ന അളവിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ പ്രാപിക്കാനുള്ള എന്തുവാണ്? ദൈവികമാകുന്ന കൃപ ദൈവം നമുക്കായി തുറന്നു തന്നു എന്നുള്ളതാണ്. ശരി, നമ്മൾ വിഷയമല്ല. അപ്പോൾ പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചിരുന്ന 3 തരത്തിലുള്ള ഉത്തരവാദിത്വങ്ങളുടെ മേൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ മേൽ എന്ത് ചെയ്യുമായിരുന്നു? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പകരപ്പെടുമായിരുന്നു. നിങ്ങൾക്ക് ബൈബിളിൽ വായിച്ചു കഴിഞ്ഞറിയാം. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് ആരുടെ മേലാണ്? പുരോഹിതന്മാരുടെ മേൽ, അല്ലേ? പുരോഹിതന്മാർ അല്ലേ, നമ്മൾ അറിയാം, അവർ തിരഞ്ഞെടുക്കുന്ന, പ്രത്യേകിച്ച് അഹരോന്റെ പുത്രന്മാരിൽ അല്ലെങ്കിൽ ലേവ്യ ഗോത്രത്തിൽ നിന്നൊക്കെ തിരഞ്ഞെടുത്ത ഒരു ഉത്തരവാദിത്വം ദൈവമാക്കി വെച്ചിരിക്കുന്ന പോസ്റ്റിലോട്ട്, ആ ഒരു ഉത്തരവാദിത്വത്തിലോട്ട് കയറ്റുമ്പോൾ തന്നെ ഇവരെന്ത് ചെയ്യുക? അഭിഷേക തൈലം ആ വ്യക്തിയുടെ മേൽ ഒഴിച്ചാണ് എന്ത് ചെയ്യുന്നത്? വേർതിരിക്കുന്നത്. അപ്പം അതിനുവേണ്ടി ഒഴിക്കുന്ന സമയം ദൈവാത്മാവ് അവരെ എന്ത് ചെയ്യുമായിരുന്നു? ആ ശുശ്രൂഷ ചെയ്യാനുള്ള അഭിഷേകവും കൊടുക്കുമായിരുന്നു, അല്ലേ? ഇനി അടുത്തതായി അഭിഷേകം പകരപ്പെടുന്ന വേറെ, അല്ലെ, അടുത്തൊരു നിലവാരത്തിലുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ മേലാണ്, അല്ലെ? പഴയ നിയമത്തിൽ കാണുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രവാചകന്മാരുടെ മേൽ ദൈവം എന്ത് ചെയ്തിരുന്നു? ദൈവത്തിൻ്റെ അഭിഷേകം പകർന്നിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ അടുത്താരാണ്? അല്ലെ, പ്രവാചകന്മാർ, പുരോഹിതന്മാർ, പിന്നെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന രാജാക്കന്മാരുടെ മേൽ, അല്ലെ, രാജാക്കന്മാരുടെ മേലും എന്ത് ചെയ്തിപ്പെട്ടിരുന്നു? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പകരപ്പെട്ടിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നു, അല്ലെ? പക്ഷെ അപ്പോൾ അഭിഷേകം, പക്ഷെ പുതിയ നിയമത്തിലാണെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളുടെ എല്ലാറ്റിനെയും മേൽ എന്തുണ്ടാകാറുണ്ട്? അഭിഷേകം പകരപ്പെടാറുണ്ട് കേട്ടോ. അത് നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിനനുസരിച്ചിരിക്കും. പരിശുദ്ധാത്മ നിറവിൽ നിങ്ങൾ ജീവിച്ച് ദൈവിക വിശുദ്ധിയോടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിശ്ചയമായി അഭിഷേകം നിങ്ങളുടെ മേൽ പകരപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാനായി കഴിയും. പരിശുദ്ധാത്മാവിൽ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായി കഴിയും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ശരി, ഇനി അഭിഷേകത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ബൈബിളിൽ നിങ്ങൾക്ക് ഒരു വാക്യമുണ്ട്, മനോഹരമായൊരു വാക്യമാണ്. അത് സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലാണ്. നിങ്ങൾ നോക്കിയ സങ്കീർത്തനങ്ങളുടെ പുസ്തകം തുറന്നു നോക്കിയേ. സങ്കീർത്തനങ്ങളിൽ 92-ാമത്തെ സങ്കീർത്തനം ഒന്നെടുത്ത്. 92-ാമത്തെ സങ്കീർത്തനം, മനോഹരമായ വാക്യം. 92-ാം സങ്കീർത്തനം, ഹല്ലേലൂയ, അതിൻ്റെ 10 മുതലുള്ള വാക്യം ഒന്ന്, 10 മുതൽ 14 വരെയുള്ള വാക്യം ഒന്ന് വായിച്ച. 10 മുതൽ 14 വരെയുള്ള വാക്യം. എങ്കിലും
എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. ആ പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. ആ എന്റെ കണ്ണ് എന്റെ ശത്രുക്കളെ കണ്ടും എന്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെ കുറിച്ചും കേൾക്കും രസിക്കും. ഉം, നീതിമാൻ പന പോലെ തഴക്കും, ലെബാനോനിലെ ദേവതയുടെ പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കാഴ്ചകൊണ്ടിരിക്കും. അവർ പുഷ്ടിവെച്ചും പച്ചപിടിച്ചും ഇരിക്കും. അടുത്ത വാക്യങ്ങൾ വായിച്ചു. യഹോവ നേരുള്ളവൻ, അവൻ എന്റെ പാറ, അവനിൽ വീതികയില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ. ശരി, ദൈവത്തിന്റെ ആത്മാവ് പകരുന്ന അഭിഷേകത്തിന്റെ പ്രത്യേകതയുണ്ടോ? ഇവിടെ അതിനെക്കുറിച്ച് അഭിഷേകത്തിന്റെ പ്രത്യേകതയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ അഭിഷേകത്തിന്റെ ഒരു പ്രത്യേകത നോക്കിക്കോണം. എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ എന്ത് ചെയ്യും? ഉയർത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാട്ടുപോത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശക്തമായ ബലമുള്ള ഒരു മൃഗമാണ്, അല്ലേ? നല്ല ശാരീരികമായി നല്ല ബലമുള്ള മൃഗമാണ് കാട്ടുപോത്ത് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ കൊമ്പിൻ്റെ ഭാഗം അത് ശക്തിയേറിയ ബലമുള്ള കൊമ്പായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തല ഉയർത്തുന്നതാണ്, അല്ലേ? പ്രത്യേകിച്ച് കാട്ടുപോത്തിൻ്റെ മുമ്പിലൊക്കെ നിങ്ങൾ ചെന്ന് നിന്ന് പോയിക്കഴിഞ്ഞാൽ കാട്ടുപോത്ത് തല പേടിച്ച് തല താഴ്ത്തത്തില്ല. തല ഉയർത്തി നോക്കിയ മുമ്പിൽ ഒരാൾ ധൈര്യത്തോടെ നിൽക്കാൻ തുനിയത്തുമില്ല. കാരണം അതിന് അത്രമാത്രം ശൗര്യത്തോടെ എന്ത് ചെയ്യാറുണ്ടോ? തല ഉയർത്താറുണ്ട്. അപ്പോൾ അഭിഷേകം നമ്മെ എന്ത് ചെയ്യുമെന്നറിയാമോ? ധൈര്യത്തോടെ തല ഉയർത്താൻ നമ്മെ പ്രാപ്തമാക്കുന്നു എന്നുള്ളതാണ്. ശരി, അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ മനസ്സിലാകും. അടുത്ത വാക്യം, പുതിയ എണ്ണ നീ എന്നെ എന്ത് ചെയ്യുന്നു? തേപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ദൈവസന്നിധിയിൽ, ഞാൻ ഈ പറയുന്ന കാര്യം പോലെ മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിങ്ങൾ വാഞ്ചയോടെ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴെല്ലാം നിറയപ്പെടാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് ചർച്ചിലെ ആരാധനയ്ക്ക് പോകുമ്പോൾ മാത്രമല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ തയ്യാറായ വ്യക്തിയാണെങ്കിൽ അതിന് ചിലപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിരിക്കാം കർത്താവ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാൻ ഈ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ വേഗത്തിലൊക്കെ നിങ്ങൾക്ക് പ്രാപിക്കാമെന്നൊക്കെ പറയുമ്പോൾ, ചിലതിന് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും വിധേയപ്പെടാനും അനുസരിക്കാനും ഒക്കെ ചിലപ്പോൾ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ, അത് മാത്രമല്ല ചിലതിന് കർത്താവ് ചില ടൈമിങ്ങുകൾ വച്ചിട്ടുണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പടിപടിയായിരിക്കും കർത്താവ് നമ്മെ എന്ത് ചെയ്യുന്ന പഠിപ്പിക്കുന്നത്. അപ്പം മനസ്സിലായി. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ഷമയോടും ദാഹത്തോടും കൂടെ കർത്താവിൻ്റെ വചനം വിശ്വസിച്ച് എന്ത് ചെയ്യുക? കർത്താവിനോട് ദാഹത്തോടെ അടുത്ത് ചെല്ലുക. ഇപ്പോൾ കർത്താവ് എൻ്റെ മേൽ പകരണമേ, ദാഹത്തോടെ എന്ത് ചെയ്യുക? കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ട്? കർത്താവ് അങ്ങയുടെ വാഗ്ദത്തത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അങ്ങയുടെ വചനം ഇപ്രകാരം പറയുന്നു, അല്ല? യേശു എന്താ പറഞ്ഞത്? ദാഹിക്കുന്നവനെല്ലാം കാത്തിരിക്കട്ടെ എന്നല്ല യേശു പറഞ്ഞത്, അല്ലേ? ബൈബിൾ എന്താ പറയുന്നത്? ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നാണ് യേശു പറഞ്ഞത്, അല്ലേ? എന്ന് പറഞ്ഞാൽ ദാഹത്തോട് അടുത്ത് ചെന്നാൽ കർത്താവ് നിറയ്ക്കാന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വചനം വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുക. കർത്താവ്, അങ്ങയുടെ വചനം ഞാൻ വായിച്ചു, അത് ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ ഈ സമയം വിശ്വാസത്തോടെ അടുത്ത് വരികയാണ്, എന്നെ എന്ത് ചെയ്യണമേ? എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥനയോട് അടുത്ത് ചെന്നാൽ നിശ്ചയമായിട്ട് കർത്താവ് നിറയ്ക്കും. എന്നിട്ട് വിശ്വാസത്തോടെ ചെയ്യുക. ചില സമയം നിങ്ങൾക്കൊരു ഫീലിംഗ് തോന്നണമെന്നില്ല, പക്ഷെ കർത്താവെ, അങ്ങയുടെ വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നതിനാൽ ഞാൻ വിശ്വസിക്കുകയാണ്, അങ്ങനെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ നിറയ്ക്കുന്നതിനായി അങ്ങനെ പറഞ്ഞ് പ്രാപിക്കാൻ ശീലിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പം കർത്താവ് പടിപടിയായി നമ്മെ എന്ത് ചെയ്യും? കർത്താവിൻ്റെ കൃപയിൽ നന്നായി മനസ്സിലാക്കി നമ്മൾ പണിയപ്പെട്ടു വരുവാൻ ദൈവം നമ്മെ എന്ത് ചെയ്യും? സഹായിക്കുമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ പുത്തൻ അഭിഷേകം, പുതിയ എണ്ണ തേപ്പിക്കുന്ന അനുഭവം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ചില സമയത്ത് ദൈവത്തിൻ്റെ കരം വീണ്ടും നമ്മെ തൊടുന്ന അനുഭവങ്ങളുണ്ടാകും. മനസ്സിലായി? ദൈവം ഒരു പുത്തൻ അഭിഷേകം പകർന്നാൽ നമ്മുടെ ഉള്ളിൽ ബോധ്യമുണ്ടാകും, ഇന്നതാണ് കർത്താവിനോട് പറയുന്നത്, ഇന്ന കാര്യം ഞാൻ ചെയ്യാൻ കർത്താവിനോട് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പുതിയ എണ്ണ തേപ്പിക്കുന്ന കർത്താവാണ്. നമുക്ക് അതത് സമയത്ത് നമ്മൾ പുത്തൻ അഭിഷേകം പ്രാപിക്കാൻ, അല്ല, എണ്ണയെന്ന് ഞാൻ പറയാൻ മറന്നു പോരുത്. എണ്ണയെന്ന് ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചാണ്. അഭിഷേകം, പരിശുദ്ധാത്മാവ് പകരുന്ന അഭിഷേകത്തെക്കുറിച്ചാണ് ഇവിടെ എണ്ണ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പുതിയ എണ്ണ എന്നെ എന്ത് ചെയ്യുന്നു? തേപ്പിക്കുന്നു. ശരി, അപ്പോൾ പിന്നെ സംഭവിക്കുന്ന കാര്യം എന്തുവാണ്? 11 വാക്യം മുതൽ, എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ടും
എൻ്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെക്കുറിച്ചും കേട്ടും രസിക്കും. എന്ന് വെച്ചാൽ നമുക്കെതിരായിട്ട് വിരോധം ചിന്തിച്ച സകല ദുഷ്ട മനുഷ്യരുടെയും പ്ലാനിങ്ങുകളും പദ്ധതികളെയും കർത്താവ് എന്ത് ചെയ്യും? പൊളിച്ചു കളയും എന്നുള്ളതാണ് അല്ലേ. ആ പദ്ധതികളൊന്നും നടക്കത്തില്ല. പക്ഷേ എന്തൊക്കെ കണക്ക് കൂട്ടിയോ അല്ലേ, ദുഷ്ടമനുഷ്യർ എന്തൊക്കെ കണക്ക് കൂട്ടിയോ ഇതോടെ എല്ലാം തീർന്നു, ഇതോടെ എല്ലാം തകർന്നു, ഇനി അവൻ മുന്നോട്ട് പോകില്ല എന്നൊക്കെ വെല്ലുവിളിച്ച ആൾക്കാരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ അഭിഷേകം നിങ്ങളെ എന്ത് ചെയ്യും? ധൈര്യത്തോടെ നിൽക്കുമാറാക്കും, ധൈര്യത്തോടെ നിങ്ങളെ നടക്കുമാറാക്കും. ഹല്ലേലൂയ. കർത്താവ് അങ്ങനെ നമ്മളെ ബലപ്പെടുത്തി മുന്നോട്ട് നടത്തുന്ന കർത്താവാണെന്നുള്ള കാര്യം മറന്നു പോരുത് കേട്ടോ. ശരി, അടുത്ത 12-ാം വാക്യം നോക്കി. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ എന്ത് ചെയ്യും? വളരും. അടുത്ത, യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ. ഈ നടുതല എന്നുള്ള സ്ഥാനം എന്ന് പറയുന്നത് അഭിഷേകമാണ് നമ്മെ ആ പൊസിഷനിലോട്ട് കൊണ്ടുവരുന്നത്. ഈ കാര്യം മറന്നു പോരുത്. ദൈവസഭയ്ക്കകത്ത് നമ്മൾ 1-ാം സ്ഥാനത്തിന് വേണ്ടി ഓടുന്നവരല്ല. എന്ന് വെച്ചാൽ 1-ാം സ്ഥാനത്തിൻ്റെ സീറ്റ് നോക്കി ഓടുന്നവരല്ല അല്ലെ. ദൈവമക്കളുടെ അടുത്ത് അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടില്ല. യേശു കർത്താവ് എന്തോ പറഞ്ഞ്? നിങ്ങൾ 1-ാമനാകാൻ ആഗ്രഹിക്കുന്നവനെല്ലാം മറ്റുള്ളവൻ്റെ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ശുശ്രൂഷകനാകാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ശുശ്രൂഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാദം കഴുകുന്ന ജോലിയാണ്. എന്ന് വെച്ചാൽ അവരെ ശുശ്രൂഷിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാവാനാണ് പറഞ്ഞിരിക്കുന്നത്. 1-ാമനാകാൻ ആഗ്രഹിക്കുന്നവനല്ല എല്ലാവരുടെയും എന്ത് ചെയ്യുക? ശുശ്രൂഷകനാകാൻ ആഗ്രഹിക്കാനാണ് പറഞ്ഞത്. 1-ാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ഒടുക്കത്തവനായി നിൽക്കാനാണ്. എന്ന് വെച്ചാൽ ഒരു ശുശ്രൂഷിക്കുന്ന മനോഭാവം ഉണ്ടാകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവസഭയ്ക്കകത്ത് ദൈവം നമ്മോട് ശുശ്രൂഷിക്കുന്ന മനോഭാവത്തോടെ നിൽക്കാൻ പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം 1-ാമൻ എന്നുള്ള സ്ഥാനം ദൈവസഭയ്ക്കകത്ത് ദൈവം നൽകുന്നത് അല്ലെ നൽകപ്പെടുന്നത് മനുഷ്യരുടെ പ്ലാനിങ്ങിനനുസരിച്ചല്ല. കാര്യം മറന്നു പോരുത്. മനുഷ്യൻ്റെ ചിന്തപ്രകാരമല്ല, മനുഷ്യൻ്റെ ഉദ്ദേശപ്രകാരവും അല്ല. ഹല്ലേലൂയ. എന്താണ് നിങ്ങളെ 1-ാം നടുതല എന്നുള്ള സ്ഥാനം നൽകുന്നത് ആരെന്നറിയാവോ? ദൈവം പകരുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് നിങ്ങൾ ആ പൊസിഷനിലോട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം മുമ്പാകെ എന്ത് ചെയ്യുക? കർത്താവിൻ്റെ കൃപയിൽ നാം ആയിരിക്കേണ്ട വണ്ണം ആയിരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത് ആ നിലവാരത്തിൽ നിന്നുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോവുക. ഹല്ലേലൂയ. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വേദഭാഗമുണ്ട്. അത് എനിക്ക് തോന്നുന്നു യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായമാണെന്ന്. 13-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് ബൈബിളിൽ വായിക്കുമ്പോൾ അറിയാം. നിങ്ങളതിൻ്റെ 3-ാം വാക്യം മുതൽ 13-ന്റെ 3 മുതൽ നോക്കി. പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാല് കഴുകാനും അരയിൽ ചുറ്റിയിരിക്കുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. നമുക്ക് വലിയ അത്ഭുതം തോന്നുന്നൊരു വിഷയമാണ്. യേശു കർത്താവ് താൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണെന്ന് വെച്ചാൽ ലോകത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ പോവുകയാണ് അല്ലേ. താൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കാൻ പോവുകയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ യേശു എന്തോ നമുക്ക് മാതൃക കാണിച്ചു തന്നെ. യേശു കർത്താവ് പാദം കഴുകാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചില ചോദിക്കും, അപ്പോൾ കർത്താവെ നീ രാജാവായിട്ടിരിക്കാൻ പോകുന്ന ആള് ഈ പാദം കഴുകിക്കൊണ്ട് വന്നാൽ എവിടെയെങ്കിലും എത്തുമോ? ഹല്ലേലൂയ. പക്ഷെ എങ്ങനെ അത് ഉയർത്തപ്പെടുന്നത്, എങ്ങനെയാണ് മാനിക്കപ്പെടുന്നത്? ദൈവമാണ് നമ്മെ ഉയർത്തുന്നത്, അല്ലാതെ മനുഷ്യൻ്റെ കരമല്ല. മനുഷ്യനെ ദൈവം ഉപയോഗിക്കാം, പക്ഷെ നമ്മളല്ല എന്ത് ചെയ്യുന്നത്? 1-ാമനാകാൻ വേണ്ടി ഓടിക്കൊണ്ട് നടക്കുന്നത്. ദൈവമാണ് നമ്മെ എന്ത് ചെയ്യുന്നത്? 1-ാമത്തെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. ആ നടുതല എന്ന സ്ഥാനം നിങ്ങളിവിടെ കണ്ടു. ഏതാണ്? സങ്കീർത്തനങ്ങൾ 92 നമ്മൾ കണ്ടു. ആ നടുതല എന്ന സ്ഥാനം നൽകുന്നത് എന്താണ്? ദൈവത്തിൻ്റെ അഭിഷേകമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ അഭിഷേകമാണ് ആ നടുതല എന്ന സ്ഥാനം നമുക്ക് നൽകുന്നത്. ദൈവത്തിന് സ്തോത്രം. ശരി, അടുത്ത വാക്യം വായിച്ച അടുത്ത വാക്യം നോക്കി. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങൾ തടയ്ക്കും. 14-ാം വാക്യം പറയുന്നു, വാർദ്ധക്യത്തിലും അവർ എന്ത് ചെയ്യും? ഫലം കായ്ച്ചുകൊണ്ടിരിക്കും.
അവർ പുഷ്ടി വച്ചും പച്ച പിടിച്ചും ഇരിക്കും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അത് വാർദ്ധക്യത്തിലുള്ള വ്യക്തിയെപ്പോലും പച്ച വച്ചും പുഷ്ടി വച്ചും ദൈവത്തിൻ്റെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്യാനുള്ള ദൈവാത്മാവിൻ്റെ ബലം പകർന്ന് നമ്മെ പ്രാപ്തമാക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തത എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആഗ്രഹിക്കാൻ കഴിയുന്ന, ഏറ്റവും ആഗ്രഹിക്കത്തക്കതായ ഒരു ദൈവിക പദവിയാണ് ദൈവിക അഭിഷേകത്തോടെ എന്ത് ചെയ്യുക, ദൈവത്തിൻ്റെ ഹിതം ചെയ്യുക എന്നുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? ആ ദൈവത്തിൻ്റെ അഭിഷേകത്തിനായിട്ട് കൊതിക്കുക. അഭിഷേകത്തിൽ നിന്ന് ശുശ്രൂഷിക്കാൻ ഒരു താല്പര്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങളെ എന്ത് ശുശ്രൂഷയാണോ ഏൽപ്പിക്കുന്നത് അതിൻ്റെ നടുവിൽ നിങ്ങൾക്കൊരു ചെറിയ ഉത്തരവാദിത്തങ്ങളായിരിക്കാം സഭകളിൽ ഏൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ കടന്നു പോകുമ്പോൾ സുവിശേഷം അറിയിക്കുമ്പോൾ, നിങ്ങൾ കർത്താവിനെ കുറിച്ചൊരു ട്രാക്റ്റ് കൊടുക്കുമ്പോൾ, നിങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകം ദൈവം പകരുമെങ്കിൽ അവിടെ ദൈവികമാകുന്ന പ്രവൃത്തികൾ അവിടെ വെളിപ്പെടുമെന്നുള്ള കാര്യം ഓർക്കണം കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ശരി, യേശു കർത്താവ് അഭിഷേകത്തെക്കുറിച്ച് നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മെ ശുശ്രൂഷകളിൽ അധികാരത്തോടെ ശുശ്രൂഷ ചെയ്യാൻ നമ്മെ സഹായിക്കുമെന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ പകരപ്പെടുമ്പോൾ അധികാരത്തോടെ ശുശ്രൂഷിക്കാൻ ദൈവം നമ്മെ എന്ത് ചെയ്യും, പ്രാപ്തമാക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ബൈബിളിൽ യേശു കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിന് 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യോഹന്നാൻ 12:26. സ്റ്റോപ്പ്. യോഹന്നാൻ 12:26. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന് 26-ാമത്തെ വാക്യം കിട്ടിയ? എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ശരി, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ എന്ത് ചെയ്യട്ടെ, അനുഗമിക്കട്ടെ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്തുവാണ്, ഒരാളുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷ എനിക്ക് ചെയ്യണം, കർത്താവിൻ്റെ വേലയിൽ എനിക്കൊരു കൈത്താങ്ങാകണം, കർത്താവ് എന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഈ കർത്താവിൻ്റെ സഭയിൽ, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ എനിക്കൊരു പങ്കാളിയായി മാറണം എന്ന താല്പര്യം നിങ്ങളുടെ ഉള്ളിൽ ദൈവം തരുന്നെങ്കിൽ അത് ദൈവം നമ്മുടെ ഹൃദയത്തിൽ തരുന്നതായ താല്പര്യമാണ്. മനസ്സിലാണ്? അപ്പം അങ്ങനെയുള്ള താല്പര്യം ദൈവം ഉള്ളിൽ നൽകുമ്പോൾ എന്ത് ചെയ്യണം, പതുക്കെ പടിപടിയായി എന്ത് ചെയ്യുക, കർത്താവിനെ അനുഗമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അവിടെ അങ്ങനെ പറയുന്നത്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്ത് ചെയ്യട്ടെ, എന്നെ അനുഗമിക്കട്ടെ, അല്ലേ? അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കർത്താവ് എന്നെ അനുഗമിക്കുക എന്ന് വിളിക്കപ്പെട്ട ആൾക്കാരുണ്ട്, അല്ലേ? എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ എന്താക്കി മാറ്റും, അല്ലേ? യേശു കർത്താവ് പത്രോസിന് നോക്കി പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ എന്താക്കി മാറ്റും, മനുഷ്യനെ പിടിക്കുന്നവനാക്കുക, എന്ന് വെച്ചാൽ അനേകരെ കർത്താവിനായിട്ട് നേടുന്നവനാക്കുമെന്ന് ആരെക്കുറിച്ച് പറഞ്ഞു, പത്രോസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവ് അവരെ നോക്കിയിട്ടെന്ന് പറയുകയാണ്, എന്നെ അനുഗമിക്കാനാണ് പറഞ്ഞത്. ഇവിടെ ഇപ്പം പറയുകയാണ്, എൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹിതം ചെയ്യാൻ മനസ്സ് വെച്ച്, അല്ലേ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, അങ്ങനെയുള്ള വ്യക്തികളും എന്ത് ചെയ്യട്ടെ, എന്നെ അനുഗമിക്കട്ടെ. ഇനി അടുത്ത യേശു പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധേയമായ ഒരു വാക്കാണ്. അടുത്ത യേശു എന്തോ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ചെയ്താൽ ഞാൻ അവനെയും എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും എന്ന് പറഞ്ഞ് ശിഷ്യന്മാർക്ക് കിട്ടുന്ന അതേ പ്രിവിലേജ്. അപ്പം ഈ അനുഗമിക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ തന്നെ ദൈവം എന്ത് ചെയ്യാറുണ്ട്, നമ്മെ അതിൽ വിശ്വസ്തയോടെ നമ്മൾ മുമ്പോട്ട് പോയാൽ അതിൻ്റെ മേലും ദൈവം അഭിഷേകം പകരാറുണ്ട്. മറന്നുപോലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്തെ ദൈവം നമ്മുടെ മേൽ പകരാറുണ്ട്. അപ്പോൾ യേശു കർത്താവ് വിളിക്കുന്നവരെ, അല്ലെ, വിളിക്കുന്നവരെയും കർത്താവ് എന്ത് ചെയ്യുന്നു, കർത്താവിൻ്റെ പുറകെ പോകുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നു, അവരെയും അഭിഷേകം ചെയ്യുന്നു. അതേസമയം ഹൃദയത്തിൽ ദൈവം തന്ന താല്പര്യം, കർത്താവിൻ്റെ വേല എനിക്ക് ചെയ്യണം, കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ആ താല്പര്യത്തിൻ്റെ പുറത്തും വിശ്വസ്തയോടെ കർത്താവിനെ അനുഗമിച്ച് മുന്നോട്ട് വന്നാൽ ആ വ്യക്തികളുടെ മേലും കർത്താവ് എന്ത് ചെയ്യും എന്നുള്ളതാണ്, തൻ്റെ അഭിഷേകത്തെ പകരും എന്നുള്ളതാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കേട്ടോ, മറന്നു പോരുത്. അപ്പോൾ അടുത്ത യേശു എന്താ പറയുന്നത്, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും,
ആ വ്യക്തിയെ നോക്കിയും കർത്താവ് എന്ത് ചെയ്യുന്നത്? എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് എന്ത് ചെയ്യും? മാനിക്കുമെന്നാണ് പറയുന്നത്. പിതാവ് മാനിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പൊ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാൻ മുന്നോട്ട് കാൽച്ചോട് വയ്ക്കുന്നവരെ കർത്താവിൻ്റെ കൺമുമ്പിൽ കർത്താവ് തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഒരു ഭാഗവാക്കാകാനായി നിങ്ങൾ കാലെടുത്ത് വെച്ചത്, നിങ്ങൾ താല്പര്യത്തോടെ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്തത്, നിങ്ങൾ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാൻ മുന്നോട്ട് കാൽച്ചുവട് വെച്ചതൊക്കെ ആരറിയുന്നു എന്നുള്ളതാണ്? കർത്താവ് അറിയുന്നു എന്നുള്ളതാണ്. ശരി, ഇനി നമ്മൾ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ ബൈബിളിൽ കാണുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയോടെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ പകരപ്പെടുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ വിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അഭിഷേകം എന്ത് ചെയ്യുമെന്നറിയാമോ? ശുശ്രൂഷകൾ അല്ലെ, ശുശ്രൂഷയുടെ നടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കും. ഹല്ലേലൂയ. ഉദാഹരണത്തിന് സെഖരിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഒന്ന് നോക്കി. സെഖരിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. സെഖരിയാവ് 4:6 ഒന്ന് വായിച്ച്. സെഖരിയാവ് 4:6. സെഖരിയ പ്രവാചന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. കിട്ടിയായിരുന്നു? വായിച്ചോ? കിട്ടിയില്ല? സെഖരിയാവ് 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ശരി, ഇവിടെ ഞാൻ വായിക്കാം. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബ്ബാബേലിനുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന് യഹോവയുടെ അരുളപ്പാട്, അല്ലേ? അപ്പോൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പം ഇവിടെ ഇപ്പോൾ സെരുബ്ബാബേലിനോടുള്ള ദൈവത്തിൻ്റെ ഈ അരുളപ്പാട് എന്തിനാണ് അത്യാവശ്യമായിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലേ, സെഖരിയാവിൻ്റെ പുസ്തകമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം, അല്ലെ, പ്രത്യേകിച്ച് യഹൂദ, പ്രവാസത്തിലായിരുന്ന യഹൂദ ജനം, അല്ലെ, അവർ മടങ്ങി വരുന്ന സമയമാണ്, അല്ലെ. ബാബേലിലായിരുന്നു അവർ. ബാബേൽ രാജ്യത്തിൻ്റെ അടിമകളായല്ലേ, അവരെ പ്രവാസത്തിലേക്ക് പിടിച്ചോണ്ട് പോയതാണ്. അവരവിടെ നിന്ന് എന്ത് ചെയ്യുകയാണ്? തിരികെ തങ്ങളുടെ രാജ്യത്തിലേക്ക് തിരികെ വരുന്ന സമയത്ത് അവർ തങ്ങളുടെ ദേശത്ത് വന്ന് വീണ്ടും ദൈവത്തിൻ്റെ ആലയം അവരെന്ത് ചെയ്യുകയാണ്? പണിയാൻ തുടങ്ങി എന്നുള്ളതാണ്. അവർ ആലയം പണിയാൻ തുടങ്ങി, അവർ മതിൽ പണിയാൻ തുടങ്ങി. ഇടിഞ്ഞു കിടന്ന ഭവനങ്ങളുടെ സ്ഥാനങ്ങളിൽ അവരവരുടെ ഭവനങ്ങളെ എന്ത് ചെയ്തു? അവർ കെട്ടിപ്പണിയാനായി ആരംഭിച്ചു. അതിൽ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ആലയത്തെ അവരെന്ത് ചെയ്തു? പണിയാൻ ആരംഭിച്ചു. അപ്പം അത് പണിയാൻ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഇതിൻ്റെ നടുവിൽ, അല്ലെ, ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങളാണ്. എന്ന് പറയുമ്പോൾ ഇവരിത് പണിയാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായി ഒട്ടനവധി പ്രവൃത്തികൾ അതിനെ തടയാൻ തക്കവണ്ണം എഴുന്നേറ്റു എന്ന് നമുക്കവിടെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് നെഹമ്യാവിൻ്റെ പുസ്തകം ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം. നിങ്ങൾ സമയം കിട്ടുമ്പോൾ നെഹമ്യാവിൻ്റെ പുസ്തകം ഒന്ന് വായിച്ചു. നെഹമ്യാവിൻ്റെ പുസ്തകത്തിലൊക്കെ ഓരോ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ, അല്ലെ, മതിൽ, അല്ലെ, യെരുശലേമിൻ്റെ മതിൽ പണിയുമ്പോഴൊക്കെ അവർ ശക്തമായി എഴുന്നേൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവർ പ്രതിരോധിക്കുകയായിരുന്നു. അവർക്ക് എഴുന്നേറ്റ് അവന് അത് ചെയ്യരുത്. ആലയം വീണ്ടും പണിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തന്നെ അതിനെതിരായും ഒത്തിരി പേര് എന്ത് ചെയ്യുകയാണ്? എഴുന്നേൽക്കുക. അപ്പോൾ സെഖരിയാവിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ ദൂതാണ് നിങ്ങളിവിടെ കാണുന്നത്. ആ പറഞ്ഞ ദൂത് ഇങ്ങനെയാണ്: സെരുബ്ബാബേലിനുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. എന്താണ്? സൈന്യത്താലല്ല ശക്തിയാലുമല്ല ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഇത് ചെയ്തെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അധികാരത്തോടെ. അവിടെ നിങ്ങൾ കണ്ടോ? ആ പ്രവൃത്തി ചെയ്യാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു നിയോഗം അവിടെ വെളിപ്പെടുക. ഞാൻ പറയുന്നതല്ല മനസ്സിലാകുന്നത്? ഇതിൽ നമ്മൾ ബൈബിളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെയുള്ള ശുശ്രൂഷയുടെ വ്യത്യസ്തത നിങ്ങൾക്ക് ബൈബിളിൽ വ്യക്തമായി കാണാൻ പറ്റും. അതിനുവേണ്ടി വേഗത്തിൽ നമുക്കൊന്ന് നോക്കണം. ബൈബിളിൽ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ ആത്മീയ വിഷയങ്ങളിൽ ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വാസത്തോടെ എന്ത് ചെയ്യാം? കർത്താവിനോട് പ്രാർത്ഥിച്ച് പ്രാപിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ആരിൽ വിശ്വസിക്കുന്നവരാൽ? യേശു കർത്താവിൽ, ഉയർത്തെഴുന്നേറ്റ
യേശുവിനെ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ എൻ്റെ നാമത്തിൽ എന്ത് ചെയ്യും? ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകൾ സംസാരിക്കും, രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് എന്ത് വരുമെന്ന് പറഞ്ഞു? സൗഖ്യം വരുമെന്ന് യേശു കർത്താവ് പറഞ്ഞു, അല്ലേ? അപ്പൊ അവിടെ നമ്മൾ കാണുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പൊ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതിന് അത്യാവശ്യമായ ഘടകം എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കണം. കർത്താവിന് നിങ്ങളുടെ ഹൃദയം കൊടുത്തിട്ടുണ്ടാകണം. കർത്താവിനെ നിങ്ങൾ അതിയായി സ്നേഹിക്കണം. നിങ്ങളുടെ ഉള്ളത്തിൽ എന്ത് ചെയ്യണം? ദൈവവചനത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കണം. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നറിയോ? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനുള്ള ഒരു ധൈര്യം നിങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് പുറപ്പെടും. ആ ദൈവാത്മാവ് നിങ്ങളുടെ ഉള്ളത്തിൽ അത് നൽകിത്തരും. കാരണം ദൈവവചനം എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ദൈവവചനത്തിൻ്റെ പ്രവൃത്തി വിശ്വസിക്കുന്നതിൻ്റെ നടുവിൽ എന്ത് ചെയ്യുന്നു? വെളിപ്പെടുന്നു എന്നുള്ളതാണ്. ദൈവം അത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ദൈവത്തിന് അപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തുവാണ്? പരിശുദ്ധാത്മാവിൻ്റെ നല്ലൊരു അഭിഷേകം പകരപ്പെട്ട് കർത്താവിൻ്റെ ആ അഭിഷേകം പ്രവർത്തിക്കുന്നതായി നിങ്ങൾക്ക് തോന്നത്തില്ല. കർത്താവിൻ്റെ അഭിഷേകം അവിടെ, അല്ലേ? അഭിഷേകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ ക്ഷീണിതനാണെങ്കിൽ, നിങ്ങൾ ഒരുപക്ഷെ എന്തുവാണ് നന്നായി ക്ഷീണത്തോടെ നിൽക്കുകയാണെങ്കിലും ദൈവത്തിൻ്റെ അഭിഷേകം ദൈവം നിങ്ങളുടെ മേൽ പകരുമ്പോൾ ജസ്റ്റ് നിന്നു കൊടുത്താൽ മതി. യേശുവിൻ്റെ നാമത്തിൽ നിന്നൊരു ചെറിയ വാക്കി പറയുമ്പോൾ തന്നെ അവിടെ ദൈവത്തിൻ്റെ വിടുതലുകൾ വ്യാപരിക്കാനായി തുടങ്ങും. ഈ പറയാൻ മനസ്സിലാകുന്നുണ്ട്? ശരി. അല്ലാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരും? ചിലപ്പോൾ ഉറച്ച ശക്തിയോടെ എന്ത് ചെയ്യേണ്ടി വരും? യേശുവിൻ്റെ നാമത്തിൽ, ഇന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ വിടുതൽ വെളിപ്പെടട്ടെ എന്ന് വിശ്വാസത്തോടെ പറയേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. പക്ഷെ അഭിഷേകത്തിൻ്റെ നടുവിലാണെങ്കിലോ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട്, നിങ്ങൾ അഭിഷേകത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ടാണ് ശുശ്രൂഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ശക്തമായ ബലത്തിൽ നിങ്ങൾ വാക്ക് പറയേണ്ട ആവശ്യം വരത്തില്ല. അല്ലാതെ തന്നെ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തിയിട്ട് നിങ്ങളെ എന്ത് ചെയ്യും? ആ ചെറിയ വാക്കിൻ്റെ നടുവിൽ പോലും ദൈവം അസാധാരണമായ കാര്യങ്ങളെ ചെയ്തെടുക്കും എന്നുള്ളതാണ്. നിങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ടോ ഈ കാര്യം പറയുന്നത്? ഇതൊന്നും നിങ്ങൾക്ക് തിയറി മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. കർത്താവിനോട് ചോദിക്കണം. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന അവകാശമാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവും അഭിഷേകവും. കർത്താവ് എന്നെ, അല്ലേ, നിങ്ങൾ പറയണം, കർത്താവ് എന്നെ പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്യണമേ? നിറയ്ക്കണം. അങ്ങനെയുള്ള കൂട്ടായ്മ എനിക്ക് തരണമേ. അങ്ങനെയുള്ള ബന്ധം എന്നിൽ വളർത്തണമേ. അങ്ങയെ ഞാൻ അറിയേണ്ടവണ്ണം ഞാൻ അറിയട്ടപ്പ. അങ്ങയെ ഞാൻ അനുഭവിക്കേണ്ടവണ്ണം എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ അങ്ങയെ അറിയണമോ അതിനനുസരിച്ച് എന്നെ അറിയാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അടുത്ത് വേണം, കർത്താവ് എന്നെ അങ്ങ് എന്ത് ശുശ്രൂഷയിൽ മേഖലയിലാണോ എന്നെ ആക്കി വച്ചിരിക്കുന്നത്, എന്നെ എന്തിനു വേണ്ടി അങ്ങ് വിളിച്ചുവോ അതിൻ്റെ മേൽ എൻ്റെ മേൽ എന്ത് ചെയ്താലും അഭിഷേകം പകർന്നാലും, ഹല്ലേലൂയ, കർത്താവ് എങ്ങനെ എന്ത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും, അതെനിക്ക് മാനുഷികമായി ചെറുതെന്ന് തോന്നിയാലും അങ്ങ് എന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വമാണെങ്കിൽ അത് സന്തോഷത്തോടെ വിശ്വസ്തയോടെ ചെയ്യാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് കർത്താവിനോട് പറഞ്ഞു നോക്കിയേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അല്ലേ, ബൈബിളൊരു വാക്യമുണ്ട്, അല്പത്തിൽ വിശ്വസ്തന ദൈവം എന്ത് ചെയ്യും? അധികത്തിന് വിചാരകനാക്കി മാറ്റുന്നവനാണ് സ്വർഗത്തിലെ ദൈവം, അല്ലേ? നിങ്ങളെ ഏൽപ്പിക്കുന്ന ഓരോ ചെറിയ ഉത്തരവാദിത്വത്തെയും എന്ത് ചെയ്യുക? വിശ്വസ്തയോടെ നിങ്ങൾ കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ചെയ്ത് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ശരി, ലൂക്കോസിന്റെ വേറത്തിൽ നമ്മൾ ഈ വാക്യം വായിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാവേ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 14 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, ലൂക്കോസ് 4-ാം അധ്യായം 14 മുതൽ ഉള്ള വാക്യം ഞാൻ വായിച്ചേൽപ്പിക്കാം. വായിച്ചു. ആത്മാവിന്റെ ശക്തിയോടെ ഗിരിയിലേക്ക് മടങ്ങിച്ചെന്നു അവന്റെ സ്തുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. അവൻ വളർന്നു നസറേത്തിൽ വന്നു. ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം അവർ കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും
കുരുടർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന സ്ഥലം കണ്ടു. ശരി. അപ്പൊ ഇതിൽ നിങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? യേശു കർത്താവ് ഇവിടെ അഭിഷേകത്തിന്റെ ഒരു പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞു. ഈ അഭിഷേകത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് യേശു പറഞ്ഞത് അല്ലെ, കർത്താവ് എന്നെ നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന പദം യേശു പറയാൻ കാരണം, യേശു ദൈവപുത്രനല്ലേ, ദൈവമല്ലേ, പിന്നെ എന്തിനാണ് യേശു അഭിഷേകം ചെയ്യപ്പെടേണ്ടതിൻ്റെ ആവശ്യമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം യേശു കർത്താവ് അല്ലെ ദൈവപുത്രനാണ്. താൻ ദൈവപുത്രനാണെങ്കിലും താൻ ഭൂമിയിൽ വന്നത് എങ്ങനെയാണ്? മനുഷ്യനായി, വേഷത്തിൽ മനുഷ്യനായ ഭൂമിയിൽ വന്ന്. അതുപോലെ തന്നെ എങ്ങനെ ശുശ്രൂഷയെന്നറിയാമോ? ഈ ഭൂമിയിൽ ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് അല്ലെ പിതാവായ ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ശുശ്രൂഷിക്കുന്നത് പോലെയാണ് ശുശ്രൂഷ. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ബൈബിളിൽ ഒരു വാക്യമായി കർത്താവിൻ്റെ മേൽ നിറവുണ്ടായിരുന്നു അല്ലേ? നിങ്ങൾ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അല്ലേ, അവൻ്റെ നിറവിൽ നിന്ന് നമുക്ക് എന്ത് പകർന്നെന്നാണ് പറഞ്ഞേക്കുന്നത്? കൃപമേൽ കൃപ പകരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അവൻ്റെ നിറവിൽ നിന്ന് നമ്മുടെ മേൽ കൃപ പകരും. അപ്പൊ യേശുവിൻ്റെ മേൽ എല്ലാ നിറവും ഉണ്ടായിരുന്നു. യേശു കർത്താവ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തന്നെ മേൽ പകരപ്പെട്ടു എന്ന് പറയുമ്പോൾ എല്ലാ നിറവും യേശുവിൻ്റെ മേലുണ്ടായിരുന്നു. എന്നിട്ട് യേശു കർത്താവ് കാണിച്ചു തന്നു എങ്ങനെയാണ് എല്ലാ വ്യക്തികൾക്കും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് എങ്ങനെ ശുശ്രൂഷ ചെയ്യാം എന്ന് യേശു നമുക്ക് കാണിച്ചു തരികയായിരുന്നു. ഞാൻ പറഞ്ഞ ആ ഒരു യേശു കർത്താവ് അതുകൊണ്ടാണ് ആ സ്ഥാനം എടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ശുശ്രൂഷിക്കുന്ന അനുഭവത്തിൽ ഉള്ള സ്ഥാനം എടുത്ത്. നിങ്ങൾ ബൈബിളിൽ ഒരു വാക്യം ഒന്ന് വേഗത്തിൽ നോക്കി, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം എടുത്ത് 14-ാം അധ്യായത്തിൽ അതിൻ്റെ 12-ാം വാക്യത്തിൽ അതുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞു, 14-12 ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. അപ്പം അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാകുന്നുണ്ട്? അതിൻ്റെ അർത്ഥം അതിൻ്റെ ആ ആഴം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു കർത്താവ് ദൈവപുത്രൻ എന്നുള്ള സ്ഥാനത്ത് നിന്നാണ് തൻ്റെ ശുശ്രൂഷകൾ ചെയ്തിരുന്നതെങ്കിൽ നമുക്കിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു? ഈ ശുശ്രൂഷകൾ നമുക്കും ചെയ്യാൻ കഴിയുമെന്ന ധൈര്യം നമുക്കുണ്ടാകത്തില്ലായിരുന്നു അല്ലെ? എല്ലായ്പ്പോഴും പറയുമ്പോൾ പറയാം അത് യേശുവല്ലേ അല്ലേ? പക്ഷെ യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 14-12 പറയുകയാണ്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവരും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ആ സ്ഥാനം നമുക്കും ഉണ്ടാകേണ്ടത് മനസ്സിലായി. യേശു കർത്താവിന് പിതാവ് അല്ലെ പ്രിയപുത്രൻ എന്നുള്ള പദവി നൽകിയ അതേ പദവി യേശു കർത്താവ് നമുക്കും തന്നു എന്നുള്ളതാണ്. നമ്മയും നോക്കി കർത്താവ് എന്ത് വിളിക്കുന്നു? നീ എൻ്റെ പ്രിയ മകനാണെന്ന് നമ്മെ നോക്കി വിളിക്കുന്നു. ആ ക്രിസ്തുവിൽ നമ്മെ മറച്ച് ഇതുപോലെ ദൈവപുത്രൻ എപ്രകാരം പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് ശുശ്രൂഷ ചെയ്തുവോ അതുപോലെ നമ്മയും ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് എന്ത് ചെയ്യുന്നു? പദവിയും പ്രാഗൽഭ്യവും തരുന്നു എന്നുള്ളതാണ് കേട്ടോ. ശരി. അപ്പോൾ യേശു കർത്താവിൻ്റെ മേലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പകരപ്പെട്ടപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് അവിടെ? അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അപ്പം അഭിഷേകത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണം. അഭിഷേകം എപ്പോഴും പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ ആ അഭിഷേകം നിങ്ങളുടെ മേൽ പകരപ്പെടും. നിങ്ങൾക്ക് രോഗിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു അഭിഷേകം ദൈവം പകർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ കരം വയ്ക്കുമ്പോഴായിരിക്കാം ഒരുപക്ഷെ എന്ത് ചെയ്യുന്നത്? ആ അഭിഷേകം ദൈവം പകരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. മനസ്സിലാകുന്നുണ്ടോ? അഭിഷേകം എന്ന് പറയുമ്പോൾ എന്തുവാണ്? പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകർന്ന് ദൈവം നമ്മെ ബലപ്പെടുത്തുന്നതാണ്. ആ ശുശ്രൂഷ ചെയ്യാൻ നമ്മെ പ്രാപ്തമാക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ പറയുന്നത് അപ്പോൾ പരിശുദ്ധ അഭിഷേകം പകരപ്പെടുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ബദ്ധന്മാർക്ക് വിടുതലുണ്ടാകും, കുരുടന്മാർക്ക് കാഴ്ചയുണ്ടാകും അല്ലേ, പീഡിതന്മാർക്ക് വിടുതലുണ്ടാകും, കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിക്കപ്പെടും അല്ലെ. ആ ശുശ്രൂഷയുടെ നടുവിൽ ദൈവപ്രവൃത്തിയും വിടുതലുകളും ഉണ്ടാകും എന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. അപ്പം അഭിഷേകത്തിൻ്റെ ഒരു ജസ്റ്റ് സ്റ്റാർട്ടിങ്ങേ ആകുന്നുള്ളൂ. നമ്മൾ അഭിഷേകത്തിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ
ആഴമായി ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല, സ്റ്റാർട്ടിങ്ങേ ആകുന്നുള്ളൂ. എങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്താണെന്നും അതിൻ്റെ ആവശ്യം എന്താണെന്നും അതിനെ പ്രാപിക്കണം എന്നതിൻ്റെ ഉത്സാഹിപ്പിക്കുകയൊക്കെ നമ്മൾ ഈ സമയം ചെയ്യാനിടയായി. അതിന് നിങ്ങൾ വാഞ്ചയോട് എന്ത് ചെയ്യുക, കർത്താവിനോട് ചോദിക്കുക. അതേസമയം നിങ്ങൾ കർത്താവിന് നമ്മൾ അഭിഷേകം അല്ലേ, എനിക്ക് അഭിഷേകം എപ്പോൾ പകരപ്പെടും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് സ്റ്റെപ്പാകുന്ന പരിശുദ്ധാത്മ നിറവ് നിങ്ങളുടെ മേൽ പകരപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ദൈവവചനം അനുസരിച്ച് മുന്നോട്ട് വരാൻ തീരുമാനിക്കുക. വിശ്വാസ സ്നാനമൊക്കെ സ്വീകരിക്കാത്തവർ സ്വീകരിക്കാൻ നിങ്ങൾ താല്പര്യം കാണിക്കുക. എന്ന് വെച്ചാൽ ദൈവവചനം എന്ത് പറയുന്നു അതനുസരിക്കാനുള്ള ഒരു താല്പര്യം നിങ്ങളുടെ ഉള്ളിലുണ്ടാകണം. അതിനു വേണ്ടുന്ന സമർപ്പണം നിങ്ങൾക്കുണ്ടാകണം. കർത്താവിനോട് പ്രാർത്ഥിക്കാൻ, ഹൃദയങ്ങളെ പകരാനുള്ള ഒരു താല്പര്യം നിങ്ങൾക്കുണ്ടാകണം. കർത്താവെ എന്നെ തുറണേ, എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്നൊക്കെ ഒരു പ്രാർത്ഥന നിങ്ങൾക്കുണ്ടെങ്കിൽ നിശ്ചയമായി ദൈവം എന്ത് ചെയ്യും, നിങ്ങളെ തൻ്റെ കൃപയാൽ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അതിനായി നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ എല്ലാവരെയും നിറയ്ക്കണമേ. അതേസമയം കർത്താവെ, ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്താണോ അതിൻ്റെ മേൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ കർത്താവെ അങ്ങ് പകരണമേ എന്ന് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദി. ഇത്രയും സമയം കർത്താവെ ഞങ്ങൾക്ക് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം പഠിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമെന്ന് ഈ വിഷയം പഠിക്കാൻ ഞങ്ങളെ ഒക്കെ തന്ന അവസരത്തിനായി നന്ദി കർത്താവെ. അങ്ങയിൽ ഞങ്ങൾ വസിച്ചുകൊണ്ട്, അങ്ങയെ സ്നേഹിച്ചുകൊണ്ട്, അങ്ങ് ഞങ്ങളിൽ പകരാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മ നിറവിലുള്ള ജീവിതവും അഭിഷേകത്തോടെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്തെടുക്കുന്നതും ആ നിലവാരത്തിലൊക്കെ മുന്നേറാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. അതേസമയം കർത്താവെ, ഞങ്ങൾക്ക് അങ്ങയോട് വിശ്വസ്തരാകാൻ, ഹല്ലേലൂയ, അങ്ങയെ ഒന്നാമതായി സ്നേഹിക്കുന്നവരാകാൻ, അങ്ങയുടെ ഇഷ്ടപ്രകാരം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കാൽച്ചുവടുകൾ മുന്നോട്ട് വയ്ക്കാൻ, അങ്ങയുടെ രാജ്യത്തിലെത്തുവോളം വിശ്വസ്തയോടെ മുന്നോട്ട് പോകാൻ, അങ്ങയെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം കർത്താവെ, അങ്ങയുടെ ഇഷ്ടത്തിൻ്റെ നടുവിൽ ഓരോരുത്തരെയും അങ്ങ് ബലപ്പെടുത്തിയാലും, അങ്ങ് വിളിച്ചിരിക്കുന്ന വിളിയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ചുള്ള ബോധ്യം ഓരോ ഹൃദയങ്ങളിലും അങ്ങ് പകർന്നാലും, കർത്താവിടെ ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോരുത്തർക്കും ദൈവം ഇവരെക്കുറിച്ച് കണ്ടിരിക്കുന്ന കാഴ്ചപ്പാട് അതെന്തെന്ന് തിരിച്ചറിയാനും, അതിന് തക്കവണ്ണം കർത്താവ് വിധേയപ്പെടുത്താനും, അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ പകരപ്പെടുന്നത് കാണാനും അനുഭവിപ്പാനും, കർത്താവിൻ്റെ പ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതും ഇവരിലൂടെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് കാണാനും സ്വർഗത്തിൽ ദൈവം ഇടയാക്കിയാലും എന്ന് പ്രാർത്ഥിക്കുന്നു. സകല തിന്മകളെയും ഉടച്ചു കളഞ്ഞാലും, പിശാചിന്റെ തന്ത്രങ്ങളെ തകർത്ത് നിർവീര്യമാക്കിയാലും ദൈവത്തിൻ്റെ കൃപയിൽ മുന്നേറാൻ എല്ലാവരെയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും വീഴ്ചയും അങ്ങേക്ക് മാത്രം നൽകുന്നു, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ശരി, ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശരി, നിങ്ങൾക്ക് അത് പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ.